ഹായ് ഫ്രണ്ട്സ്, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചീമച്ചക്ക ബീഫ് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് നല്ല വിളഞ്ഞൊരു ചക്ക കിട്ടിയിട്ടുണ്ട്. നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. കയ്യിൽ കറ പറ്റാതിരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ കയ്യിലും കത്തിയിലും തേക്കുന്നുണ്ട്. 1 കിലോയോളം വരുന്ന ചക്കയാണ്. ഇതിൻ്റെ 1/4 ഭാഗം ഞാൻ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ തോലൊക്കെ ചെത്തി നമുക്കിതിനെ ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. 10 മിനിറ്റ് ഉപ്പുവെള്ളത്തിലിട്ട് കഴുകി വരിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയ ബീഫാണ്. 1 കിലോ വരും. ഇത് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ബീഫ് കുക്കറിലിട്ട് അതിനേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക്, 5 പച്ചമുളക്, ഒരു 12 വെളുത്തുള്ളി, 50 ഗ്രാം ഇഞ്ചി, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 50 ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കും. ഒരു 5 വറ്റൽമുളക്, 2 രമ്പയില, ഇതിലേക്ക് സ്പൈസസ് എല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. പെരുംജീരകം, പട്ട, ഏലക്ക, ഗ്രാമ്പൂ ഇതെല്ലാം ചേർത്ത് കൊടുക്കുക. പിന്നെ 2 സവാള അരിഞ്ഞതും, പിന്നെ ഒരു 150 ഗ്രാം ചെറിയുള്ളി, അതുപോലെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടെ, അതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി മസാല ആഡ് ചെയ്തെടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകം, ആവശ്യത്തിന് ഉപ്പോടെ ചേർത്ത് കൊടുക്കുക. പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മുടെ ചക്കയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീഫ് നമ്മൾ വെള്ളം ചേർക്കാതെയാണ് വേവിച്ചത്. ഇത് അതിൽ കുറേ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം നമുക്ക് വേസ്റ്റ് ആക്കണ്ട. അത് ഈ ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചക്ക ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചക്ക വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബീഫ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചക്കയും ബീഫും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ചീമച്ചക്ക ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.